ഇന്ന് ഞാനും ബേബിയും കൂടെ ഇന്ന് ഐൽജന്റെ വീട്ടിലോട്ട് പോകുന്ന ദിവസമാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഉത്രാടാണ് കേട്ടോ. സോ ഇന്ന് ഞാനും ബേബിയും കൂടെ ഇന്ന് ഐൽജന്റെ വീട്ടിലോട്ട് പോകുന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ വീട്ടില് അവൻ ജനിച്ചതിന് ശേഷം ഫസ്റ്റ് ഓണം അല്ലേ, അപ്പോൾ ആദ്യത്തെ ഓണം ഇവിടെ വെച്ച് ആഘോഷിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മുവും ദേവും വന്നു രാവിലെ. അപ്പം ഇവരെല്ലാവരും കൂടെ അത്ത ഇടാൻ വേണ്ടി പൂ ഇറുക്കുകയാണ്. അമ്മ തുടച്ചുകൊണ്ടിരുന്ന അമ്മയെ കാണില്ല, ഡിസപ്പിയർ ഓടി കാണും. അപ്പോൾ അങ്ങനത്തെ പരിപാടിയാണ്. എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ അടിപ്പൂവിൻ്റെ അടുത്ത്? ചെയ്യാൻ പറഞ്ഞതിന്റെ ദേഷ്യമാണ്. നിങ്ങളിത് ചെയ്യും, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്ത് വിട്ടേക്കാം. രാവിലെ നല്ല സ്വഭാവത്തിൽ എണീറ്റിരിക്കുകയാണ്. നഖം വെച്ച് മുഖത്ത് അത്രയും പാടൊക്കെ ഇട്ട് വെറും റൗഡി സ്വഭാവം. ഉറങ്ങി നോക്കാം. ഓണായടാ, എണീരടാ. ഞാൻ അങ്ങനെ ചെറിയൊരു പർച്ചേസ് കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പൊ നല്ല പായസം നടക്കുന്നു. പായസം വയ്ക്കാണ്. തുടങ്ങിയിരിക്കുന്നു. എന്താണ് പ്ലാൻ? നന്നായിട്ട് വരണമെന്നാണ് പ്ലാൻ. ഇല്ലെങ്കിൽ ഉള്ളത് വെച്ച് ഓണം അങ്ങനെ എന്ത് പറയുമല്ലോ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. നിനക്കെന്താണ്? ഒന്നുമില്ല, ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എന്താ റെഡി ആയിട്ടോ. ഈ ഒരു സെറ്റ് മുണ്ടാണ് ഞാൻ ഉടുക്കുന്നത്. പുതിയതൊന്നല്ല, അമ്മയ്ക്ക് ഞാൻ ഏതോ ഒരു ഓണത്തിന് ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തതാണ്. ഇത് എനിക്ക് മീര ഈ ഇടയ്ക്ക് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന ഒരു കമ്മലാണ് കേട്ടോ. എന്തോ കോയിൻസിഡൻസ് പോലെ ഇത് രണ്ടും അങ്ങ് സ്യൂട്ടായി. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. എല്ലാവരും കൂടെ ഒരു ചെറിയ അത്തപ്പൂ ഇതാ ഇവിടെ സെറ്റാക്കി കേട്ടോ. നമ്മൾ ഉത്രാടത്തിന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ ഇട്ടു ഇനി കഴിക്കാൻ പോകണം. സദ്യയുടെ എല്ലാ കറികളൊന്നും ഇല്ല കേട്ടോ, പരിപ്പും പപ്പടവും ഇട്ട് തന്നെ സദ്യ ആയല്ലോ. ശ്രീല എവിടെ പോകുന്നു? എന്നെ കൊണ്ടാക്കാൻ വരാൻ വേണ്ടി റെഡിയായി. ഈ വർഷത്തെ ഓണത്തിൻ്റെ ആദ്യത്തെ സദ്യ. ദേവു കല്യാണം കഴിക്കാൻ പോകണം. എന്നെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വൻ ഡ്രസ്സിങ്ങിലാണ്. അതിൻ്റെ ബാക്കിലിരിക്കുന്നത് എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ സദ്യ കഴിക്കട്ടെ ഗൈസ്. സദ്യ കഴിച്ചിട്ട് കാണാം ഗൈസ്. ബോളിയും സേമിയ പായസവും. സേമിയ ഇല്ലേ തന്നെ? സേമിയ പകുതി എനിക്ക് പകുതി മതി, അമ്മ ബാക്കി പകുതി, ഹാഫ്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഞാണ്ടാ നല്ല മുണ്ടും ഷർട്ടൊക്കെ ഇടയാണ്. ഓണത്തിന് ഇത് അതിൻ്റെ നൂലെട്ടിന് ആരും ഗിഫ്റ്റ് ചെയ്തതാണ്. ആരെന്ന് എനിക്കറിയില്ല. അപ്പം അതാണ് ഇതാ അലമ്പ്. അമ്മയുടെ സംഭവിക്കുന്നില്ല. ഷർട്ട് ഒരു ഇച്ചിരി ടൈറ്റാണ് ആക്ക്, പക്ഷെ കുഴപ്പമില്ല. അവിടെ വീട്ടിലെത്തുമ്പോ മുണ്ടൊന്നും കാണൂല കേട്ടാ. മുണ്ട് ഒരു തല വെക്കേണ്ടി വരും. ആർക്കും വിശപ്പില്ല. ഗൈസ് എന്നെ വിളിക്കാൻ വീട്ടുകാർ വന്നു ഗൈസ്. നിനക്ക് കൊണ്ട് വെച്ചത്
കാത്തുന്നല വന്നു. ഇതെന്തിടി അനങ്ങാതിരിക്കണത്? സ്റ്റാച്ചു. അപ്പൊ ശരി എന്നാ ഇനി കരച്ചിലായിരിക്കും വീട് മാറിയോണ്ട്. വീട് മാറിയ കരയും ചിലവര്. ഉണർന്നിട്ടോണ്ട കരയെ. രാത്രി ഉണരും. അപ്പോഴും അമ്മേടെ അടുത്തോട്ട് കൊണ്ടുവരാം. ഞാൻ തിരിച്ചങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ വളരെ സന്തോഷത്തോടെ ബത്തുക്കുട്ടൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലെത്തിയിരിക്കുവാണ്. ആക്ച്വലി എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ദിവസം എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. സോ ഇതായിരുന്നു ഈ ഒരു വ്ളോഗ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.